ഇന്നത്തെ SCRT ഫാക്സിൽ നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി നയങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. 1793 കാലഘട്ടങ്ങളിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ കോൺവാലിസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത്. ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്കു വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചിരുന്നു. കാർഷിക വിളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ മുൻകൂട്ടി നിശ്ചയിച്ച നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. റൈറ്റ് വാലി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ ഡെക്കാൻ പ്രദേശങ്ങളിൽ തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ് നടപ്പിലാക്കിയത്. ഈ വ്യവസ്ഥയിൽ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മഹൽവാരി സമ്പ്രദായം 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇതിൽ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ മുൻകൂട്ടി തീരുമാനിച്ച നികുതിയായിരുന്നു നൽകേണ്ടിയിരുന്നത്. റൈറ്റ് വാരിയിൽ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. എന്നിട്ട് ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. മഹൽവാരിയിൽ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. നികുതി നൽകിയില്ലെങ്കിൽ ആ ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും.